അമ്മ ഞാൻ പോവാണേ. ഒരപ്പം കൂടി കഴിച്ചിട്ട് പോടി. എനിക്ക് വേണ്ട, മതി. ഓള് പോയി. അമ്മ ഭയങ്കര വിശപ്പ്, ഫുഡ് എടുത്തോക്ക്. ഇരിക്ക്. പിന്നെ അവളെ പഠിത്തൊക്കെ എങ്ങനെ പോണ്? അപ്പൊ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഓള് പഠിക്കണൊക്കെ ഉണ്ട്. ഇപ്പൊ ഓള് ട്യൂഷന് പോകും. ട്യൂഷനല്ല, പഠിക്കാൻ ഓള് പോകുന്നുണ്ട്. അർച്ചനല്ലേ ഓള് ഫ്രണ്ട്. അവളെ ഫ്രണ്ടിന്റെ എന്തോ കസിനാ തോന്നുന്നു. ആ കസിന് ആണ് ഇവര് പുതിയ പ്രൊഫസർ. അപ്പൊ അവൻ ക്ലാസ് എടുക്കുന്നുണ്ട്. ഇവളെ വീട്ടിലാണ് ഇപ്പൊ നിക്കണം. അപ്പൊ അങ്ങനെ വൈകുന്നേരം സ്കൂളിൽ വന്നിട്ട് ഫോണാണ്. ആദ്യം എന്ന് പറയുമ്പോ 24 മണിക്കൂർ കൊടുത്ത് പ്രിൻസിപ്പൾ നമ്മളെ വിളിക്കലല്ല പണി. ഇവളത് ഇങ്ങനെ ചെയ്തിക്കണം ഇങ്ങനെ ചെയ്തിക്കണം 24 മണിക്കൂർ നമ്മളവിടെ കൊണ്ടുപോയിന്. അപ്പൊ അങ്ങനത്തെ ഏറ്റവും ഈ പോയതിന് ശേഷം ഇങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവില്ല. അവളിപ്പോ കുറച്ച് പക്വത വെച്ചിക്കണം. മേ ഐ കമിങ് സാർ? യെസ് കമ്മിങ്. ഇവള് മെയിൻറ്റെയിൻ ചെയ്യല്ലോ. ഇന്നത്തെ പ്ലാൻ എന്താ മോളെ? പ്ലാനോ? ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാതെ നടക്കും. എടി അവൻ എന്നെ നോക്കണ്ട്. നോക്കട്ടെ, അവൻ കുറച്ച് നോക്കട്ടെ. ഞാൻ കുറെ കഷ്ടപ്പെട്ടല്ലേ. ഇവരെന്താ സംസാരിക്കുക? സൈലൻസ്. അർജുൻ അങ്ങനെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. സാധാരണ അർജുൻ ക്ലാസ് എടുക്കുമ്പോൾ അനു അർജുനെ തന്നെ നോക്കിയിരിക്കും. അത് അർജുൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ അപ്പൊ അനു തീരെ നോക്കാതെ നിൽക്കുന്നു. അത് കണ്ടപ്പോൾ അർജുന് പേടിയായി. ഇവളെന്താ എന്നെ നോക്കാത്ത? ക്ലാസ് ഒന്ന് കഴിഞ്ഞിട്ട് വേണം മഹീനൊന്ന് കൂടെ കൂട്ടാൻ. കുറച്ച് ജലസ് കൂട്ടിപ്പിക്കണം, നല്ലോണം കൂട്ടിപ്പിക്കണം. എടി ജേനി, എനിക്ക് ഇങ്ങനെ വേണടി. എന്തെങ്കിലും പ്രൊപ്പോസൽ ഐഡിയ പറഞ്ഞോണ്ടാ? പോയി പണിയൊക്കെ. എനിക്ക് എന്തെങ്കിലും ഐഡിയ പറഞ്ഞോണ്ടാ? അന്നോടൊക്കെ ചോദിക്കാമോ, നിന്നെ പറഞ്ഞാൽ മതി. എടി ദിയ, സാറ് എങ്ങനെയും സെറ്റ് ആക്കണ ഒരു ഐഡിയ പറഞ്ഞോണ്ടാ? എടി ഒരു ഐഡിയ ഉണ്ട്. അർച്ചന സാറ് കസിനാന്നാ കേട്ടത്. നമുക്ക് അർച്ചനോട് പോയി ചോദിക്കാം. അവള് പറഞ്ഞോളൂ സാറോട്. സാറെന്തേലും ലവ് ഉണ്ടോ നമുക്ക് ചോദിക്കാലോ. അത് നല്ലൊരു ഐഡിയ. ഇന്റർവെല്ലിന് ചോദിക്കാം. അർച്ചന വേഗം വാ. മഹിന്റെ ക്ലാസ്സിൽ പോയിട്ട് സാറ് മുന്നിൽ കൂടി നടക്കാം. വേഗം വാ. അർച്ചന ഒന്നും കൂടി വരോ? എന്താ? അർജുൻ സാറല്ലേ? അത് നിന്റെ കസിൻ അല്ലേ? സാറിന് അയ്യോക്ക് ഇഷ്ട. സാറിന് ലൈനൊക്കെ ഉണ്ടോ? എന്താ അയ്യോക്ക് സാർ ഇഷ്ടാണോ അവളോടെ? അതവളോടെ ഹോംവർക്ക് ഏതാ? നീ ആരാന്നാ നിന്റെ വിചാരം? എന്താ കാര്യം? എന്താ നിനക്ക് അർജുൻ സാറെ ഇഷ്ടാണോ? അത് എനിക്കിഷ്ടാ. എന്തേ നീ ആയിട്ട് അർജുൻ സാറെ പിന്നാലെ നടന്നു ഞാൻ അറിഞ്ഞ. നിന്റെ അവസാനത്തെ അടിയന്തരം ഞാൻ എടുക്കും. പിന്നെ ഒന്ന് കാണണല്ലോ. നമുക്ക് അർജുൻ സാർ ഇഷ്ടമില്ല അത് പറഞ്ഞാലോ? മിണ്ടാണ്ടിരുന്നോ, വെറുതെ അടി വാങ്ങിച്ചു കൂട്ടണ്ട. ഓക്കെ. എന്താ നിനക്കിപ്പൊ കാണണോ? കാണണം. കാണിക്ക്. നിനക്ക് എന്തോ? ഈ അനു നിർത്തടി. പ്രിൻസിപ്പള് അവിടെ അയ്യോ അനു തല്ലുകൂടുക. എന്തിന്? അറിയില്ല. എന്താ അവിടെ പ്രശ്നം? സാർ ഇവള് ചോദിച്ചു വാങ്ങിച്ചതാ. സാർ ഞാനൊന്നും ചെയ്തില്ല. വെറുതെ ഇങ്ങോട്ട് വന്ന് തല്ലുണ്ടാക്കിയതാ. കാര്യത്തിന് തന്നെയാ സാറേ, വെറുതെ ഒന്നും ഞാൻ തല്ലുണ്ടാക്കിയിട്ടില്ല. പ്രശ്നം എന്തായാലും വീട്ടില് നാളെ ഇവിടെ പാരന്റ്സിൽ ഏതെങ്കിലും സ്കൂൾ കയറണ്ട രണ്ടും. എന്താ ഇവിടെ? അത് രണ്ടും കൂടി തല്ലുണ്ടാക്കിയതാ. ഇത് അനു അല്ലേ? അല്ല ടീച്ചറെ, കാര്യം എന്താന്ന് ചോദിച്ചോ? ഇല്ല, പ്രിൻസിപ്പൾ ഒന്നും ചോദിച്ചിട്ടില്ല. കാര്യം അറിയാതെ നാളെ പാരന്റ്സിനൊക്കെ വിളിച്ചോണ്ടിരാൻ പറയുന്നുണ്ട്. ഇതെന്ത് പ്രിൻസിപ്പളാ? അല്ലെങ്കിൽ ഇത് എന്തൊക്കെ കുറച്ച് കൂടുതലാ. സാറേ ഞാനൊന്നും ചെയ്തിട്ടില്ല. വാങ്ങിച്ച് കൂട്ടും നീ എന്റെ അടുത്തത്. എന്താ അവിടെ പ്രശ്നം ഒന്ന് പറ. സബാഷ്. അതൊന്നുമില്ല സാറേ, ഞാൻ പറഞ്ഞുതരാം എന്താ പ്രശ്നം. അയ്യോ അത് പറയരുത്. ഞാൻ പിന്നെ പറയാം സാറേ എന്താന്ന്. രണ്ടാളും കാര്യം എന്താന്ന് പറയും. എന്താ ഇത്? അതൊന്നുമില്ല, അത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം. അത് ഞങ്ങൾ തീർത്തോളാം. ഇത്രയും അഹങ്കാരം കാണിച്ചു തരാം. നാളെ പാരന്റ്സ് ഇല്ലാതെ എന്റെ ക്ലാസ് കയറണ്ട രണ്ടും. അത് സാറങ്ങ് പറഞ്ഞാ മതിയോ? പ്രിൻസിപ്പൾ അല്ലേ പറയണ്ടേ? പ്രിൻസിപ്പളും അതന്നാ പറഞ്ഞത്. ചെവി കേട്ടൂടെ? രണ്ടുപേരും നാളെ പാരന്റ്സ് ഇല്ലാതെ സ്കൂളിൽ കയറണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇനി ഇതിന് വേറെ വർത്താനമില്ല. ഞാൻ പോയി. കിട്ടിയില്ലേ? ഇപ്പൊ ഞാനല്ലേ ക്ലാസ്സില്. എല്ലാരും കയറിയിരിക്കും. ഇനിയിപ്പൊ നാളെ വീട്ടുകാരെ വിളിച്ച് കൊണ്ടുവരണ്ടേ? അമ്മ എന്തായാലും വരില്ല. ഏട്ടനെ കൊണ്ടുവരേണ്ടി വരും. വാടി, മഹിന്റെ ക്ലാസ്സിൽ പോവാ. വാ മഹി. പപ്സ് മറന്നുപോയി. പപ്സ് കുബ്സാണ്. എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഈ ഒന്ന് അഭിനയിക്കാൻ വാ. അതായിരുന്നു. കമോൺ. അർച്ചന, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്?
ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാല് രണ്ടാളും കൈപിടിച്ച് നടക്കുക. മാഹി ഒരു കാര്യം ഇപ്പൊ തന്നെ പറയാം. ഇന്നലത്തെ പോലെ എന്റെ ഊരൊടിച്ചാല് നിനക്ക് നല്ലോണം കിട്ടും. ഇല്ല അഞ്ഞ് ഞാൻ ചെയ്യൂല. അത് ഇന്നലത്തെ ഒരു ഫ്ലോയില് വന്നതാണ്. അതിനെന്തിനാ കിടത്ത് തുള്ളണ്? പബ്സ് ഇട്ടൂലേ ആ സന്തോഷ. ഈ വീട്ടില് പട്ടിണിയായിരുന്നു. പട്ടിണിയേറ്റല്ല, സ്കൂള് വന്ന ഓസിക്ക് ഒരു രണ്ട് പബ്സൊക്കെ എന്ന് തിന്നാന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു സുഖം വേറെ എവിടെയും കിട്ടൂല. പിന്നെ 2 പബ്സ് തിന്നാ മതി, പിന്നെ അന്നത്തൊക്കെ ഒന്നും വേണ്ട. അപ്പൊ ഓസിക്ക് അടിച്ച് കയറ്റലാണ് എന്റെ മെയിനില്ലേ? ഞാൻ ഓസിക്കൊന്നല്ല, ഞാൻ അസലായിട്ട് പണിയെടുത്തിട്ടാണ് എനിക്ക് സാധനം കിട്ടണത്. ഞാൻ ഭയങ്കര പണിയല്ല എടുക്കുന്നത്. നിങ്ങൾക്ക് സഹായം ചെയ്തു തരണില്ലേ? എന്നിട്ട് ഇങ്ങനെയൊക്കെ തന്നെ പറയണട്ടാ. ഓ സോറി. അവൻ തടി ഓഫീസ് റൂമിന്റെ അവിടെ നിക്കണത്. 2 ചെല്ല്. അവൻ നോക്കണ്ട് തോന്നണില്ലേ? ആ നോക്കുന്നുണ്ട്. അനു എന്താ? ഇങ്ങോട്ട് വാ. എന്താ കാര്യം? നിങ്ങൾ സെറ്റായോ? ആയെങ്കിൽ എന്താ? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. അനു, അവൻ എന്തിനാ നിന്നെ വിളിക്കുന്നേ? ഞങ്ങൾ നടക്കുന്നത് കണ്ടില്ലേ? ഞാൻ പോവാ. അനു നീ എന്തിനാ എന്നെ അങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന? പറ അനു. പറ അനു, നീ അവന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് പറ്റണില്ല. അയ്യേ, പ്രൊഫസർ കരയാണോ? അപ്പൊ പ്രൊഫസർക്ക് ഇങ്ങനെ ഒരു ഫേസും കൂടി ഉണ്ടായിരുന്നല്ലേ? ഓടി, സത്യം പറ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങൾ തമ്മിലൊന്നുമില്ല. ശരിക്കും? ക്ലാസ് പോടി. ചൂടനല്ലേ പ്രൊഫസർ? അതൊക്കെ ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഇവിടെ ഒരു ബോംബ് പൊട്ടിയില്ലേ? പിന്നെ ഒരു 1.5 ബോംബാ പൊട്ടിയത്. ഈ എപ്പോഴാ അങ്ങോട്ട് എഴുന്നള്ളിയേ? ഞാൻ കുറച്ചു നേരമായി. സാറേ എന്താ പ്രശ്നം? ഞാൻ ഇടപെടണോ? അത് വേണ്ട, അത് ഞാൻ നോക്കിക്കോളാം. ഇവര് ക്ലാസ് കയറാതെ ഇറങ്ങി നടക്കുക. 3 ക്ലാസ് പോ. ഓക്കെ. പിന്നെ പ്രൊഫസറെ, നമുക്ക് നാളെ കാണാം. എന്താണിത്? എന്ത് നോട്ടാ നോക്കണേ?